കുബേര രാജാവിൻ്റെ വിരുന്നുകാരനായിട്ട് മഹാഗണപതി അങ്ങനെ മോദകവും ഉണ്ണിയപ്പവും മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് മതോന്മത്തനായിട്ട് ചീർത്ത് വീർത്ത് അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ്. നടക്കാൻ പോലും വയ്യ. അങ്ങനെ ഭാരം നിറഞ്ഞ ഗണപതി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മൂഷിക വാഹനനാണല്ലോ, വാഹനമായിട്ടാണല്ലോ മൂഷികനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ മേളിൽ കയറി ഇരുന്നു. മൂഷികനെ താങ്ങാൻ വയ്യ ഭാരം ഭഗവാന്റെ. അപ്പം മൂഷികനും അങ്ങ് കുഴഞ്ഞ് താഴോട്ട്. അപ്പോഴത്തേക്ക് നടന്ന് നീങ്ങിയപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ തട്ടി മൂഷികനും വീണു. മൂഷികൻ വീണ പുറകിൽ ഭഗവാനും കൂടി പുതക്കോന്ന് മുന്നിലേക്ക് വീണത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വയറങ്ങോട്ട് പൊട്ടി, കഴിച്ച ആഹാരങ്ങളെല്ലാം വെളിയിൽ ചാടി. അപ്പോൾ ഈ ആഹാരങ്ങളെല്ലാം തിരിച്ച് പറക്കിയെടുത്ത് തൻ്റെ വയറ്റിനകത്തിട്ട് ഈ പാമ്പിനെ തന്നെ കൊണ്ട് തൻ്റെ വയറ് മുറുക്കി കെട്ടി ഭഗവാൻ. അപ്പോൾ ഈ ചെയ്തികളെല്ലാം അവിടെ കണ്ടപ്പോഴത്തേക്ക് മാനത്ത് ചന്ദ്രഭഗവാൻ മൂൺ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ആഹാ, എന്നെ കളിയാക്കുന്നോ എന്ന് ഭഗവാൻ ഗണപതി, ഇനി മേലാൽ നീ ആകാശത്ത് വേണ്ട, നീ അപ്രത്യക്ഷമാകൂ എന്ന് ശാപം കൊടുത്തു. ഏതാ? ചന്ദ്രന്, മൂന്ന്. അപ്പം മൂന്ന് അപ്പോഴാണ്, അയ്യോ അങ്ങനെ ചെയ്യല്ലേ ഭഗവാനെ, ഗണപതി ഭഗവാനെ, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, തന്ന ശാപം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, പകരം ഒരു കാര്യം ചെയ്യാം. ഇനി മാസത്തിൽ പല ദിവസങ്ങളിലും നീ അർദ്ധമായിട്ടും അല്ലെങ്കിൽ പകുതിയായിട്ടും മുക്കാലൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ മതി. പൂർണ്ണചന്ദ്രനായിട്ട് എപ്പോഴും നീ കാണണ്ട. അതുകൊണ്ട് നീ ഇനി അങ്ങനെ മതി, ലോകം ഇനി നിന്നെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ആ ശാപം പിൻവലിക്കാൻ പറ്റില്ല, പക്ഷേ ലഘൂകരിച്ചു കൊടുത്തു. ഈ കഥയുടെ പൊരുളെന്ന് പറയുന്നത്, നമുക്ക് ആവശ്യത്തിനുള്ളത് മതി, അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ഉദരത്തിന് ദഹിക്കത്തില്ല എന്നത് അർത്ഥമാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വരൂപിച്ച് വയ്ക്കുന്നത് അമിതമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സംതൃപ്തമായ മനസ്ഥിതി, നന്ദി, ഉള്ളത് മതി, കൃതജ്ഞത, അതായിരിക്കും മനസ്സമാധാനം എന്ന ഗുണപാഠമാണ് ഇതിലൂടെ ലഭിക്കുക. മറ്റൊരാളുടെ വീഴ്ചയിൽ ആരെ അവഹേളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചന്ദ്രന് ആ ഒരു പണി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള വീഴ്ച കണ്ട് ചിരിച്ച് അവരെ കളിയാക്കാൻ പാടില്ല എന്നൊരു ഗുണദോഷം കൂടി ഈ കഥയ്ക്ക് പിന്നിൽ ഉണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്തും വഴികാട്ടിയുമായിട്ടുള്ള നാഗരാജ് സൈക്കോളജിസ്റ്റ്. ഞാൻ കൊല്ലം അയത്തിൽ മെഡിറ്റേന ഹോസ്പിറ്റലിലാണ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി പരമായിട്ട് ഔഷധരഹിതമായിട്ട് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, അഡോളസൻ കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ പ്രയോജനപ്പെടുത്തൂ. നല്ല കഥകൾ കേൾക്കാം. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി ഒഴുക്കിക്കൊണ്ട് പോകുന്നതിനുള്ള എല്ലാ ഉപാധികളും ലഭിക്കും. വരിക, എൻജോയ് ചെയ്യുക ലൈഫ്. വെൽക്കം.